ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടിലം മീൻ പിടുത്തം കേട്ടോ. അടിപൊളി ലൊക്കേഷനാണ്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളെ വീഡിയോ കണ്ടുവരി കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. റോഡ് സൈഡിലൊക്കെ നിറച്ച വണ്ടിയാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നമുക്ക് നടന്നു പോകാനുണ്ട്. നമ്മൾ ഈ സ്പോട്ടിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു വയലാട്ടോ. ഇപ്പോൾ ഞാറൊക്കെ നട്ടിട്ടുണ്ട്. നല്ല രസമാണ് ഇപ്പോൾ ഇങ്ങനെ കാണാനൊക്കെ. ഇവിടുത്തെ ഒരു മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കളർ കേട്ടോ. നമ്മളെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കർണാടകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഈ മണ്ണിനൊക്കെ ഒരു പ്രത്യേകത. ഈ സ്പോട്ട് നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഈ ഏരിയയിലൊക്കെ ആന ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എർത്ത് കമ്പി ചെയ്തിട്ടുണ്ട്. അങ്ങനെ മീൻ പിടിക്കാനുള്ള സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പുഴയോട് ചേർന്ന് ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. നല്ല രസമാട്ടോ ഇവിടുത്തെ മരങ്ങളൊക്കെ കാണാൻ. ഈ മരത്തിന്റെ കൊമ്പുകളൊക്കെ ഈ പുഴയിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുക കേട്ടോ. നല്ല രസമാട്ടോ ഈ സ്പോട്ട്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ചെങ്ങായി അൽമാസ് സാഹസ്യമായിട്ട് മീൻ പിടിക്കുന്നുണ്ട് എനിക്ക് കാണാൻ പോകുന്നത്. ഓനൊരു മണിക്കൂർ ചൂണ്ടിട്ടിട്ട് ഇതുവരെ ഒരു മീനെയും കുടുങ്ങിയില്ല കേട്ടോ. അവിടെ പോയി നോക്കുമ്പോഴാണ് എല്ലാവരും ഒരേ വീശിലാണ്. ഇവൻ ഇവിടെ നിന്നിട്ട് ചൂണ്ടിട്ടാൽ കിട്ടുമോ? രാവിലെ 7 മണിക്കെങ്ങാനും വന്നിട്ട് വല വീശാൻ തുടങ്ങിയവരാണ്. ഇപ്പോഴും ഓർക്കൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്, കുറേ പേർക്ക് കിട്ടാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന മീനുകളാണ് ഇവർ പിടിച്ചിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മീനുകളുണ്ട്. ഫിലോപ്പി, അതുപോലെ രോഗു, പിന്നെ ഏതൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ. അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇവിടുന്ന് മീനെ കിട്ടിയവരൊക്കെ ഒരു നെറ്റിലാക്കിയിട്ട് ഇത് കണ്ടില്ല ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാം കേട്ടോ ഇവർ പിടിച്ച മീനുകൾ ഇങ്ങനെ. ഇപ്പം നമ്മൾ ഈ കണ്ട മീനുണ്ടല്ലോ, ഈ ചേട്ടൻ പിടിച്ച കേട്ടോ. ഈ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ കൊടുക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ചേട്ടൻ കൊടുക്കുന്നുള്ള വീട്ടിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് അവർ പറഞ്ഞത് മുക്കവന്മാരവിടെ വല ഇട്ടിട്ടുണ്ട്, അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ മീനിനെ കിട്ടുന്നുണ്ടോ. ഞങ്ങളങ്ങനെ അവരുടെ അടുത്തേക്ക് പോയി. നമ്മൾ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കേരളമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കർണാടക കേട്ടോ വരുന്നത്. ഇവിടുത്തെ മെയിൻ മുക്കവന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദിവാസികളാണ്. ഇവർ ഈ കൊട്ടവഞ്ചിയിലട്ടോ മീൻ പിടിക്കാൻ പോകുന്നത്. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഈ നെറ്റിൽ കാണുന്ന മീനൊക്കെ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് മേടിച്ചു കേട്ടോ. നമുക്ക് ഏകദേശം വന്നിട്ടുള്ള ഒരു 1000ൻ്റെ ചോടയാണ്. ഇവരുടെ അടുത്ത് വരികയാണെങ്കിൽ നമുക്ക് എന്താ പറയുക നല്ല റേറ്റിൽ മീനെ കിട്ടും കേട്ടോ. ഇവിടെ വന്ന് മീൻ മേടിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം വരിക കേട്ടോ. പിന്നെ മീനെ പിടിക്കാൻ വരുന്നവർ എന്താ പറയുക, മീനെ കിട്ടിയില്ലെങ്കിൽ ഒരു വൈബാണ്. ചൂണ്ടയൊക്കെയുള്ളവർ ചൂണ്ടയൊക്കെ എടുത്ത് വരികയാണെങ്കിൽ ചൂണ്ടയൊക്കെ ഞാനിപ്പോൾ എറിയുന്ന പോലെ നമുക്ക് ഇങ്ങനെ എറിഞ്ഞ് കളിക്കാം. മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പോകുന്ന പോക്കിൽ നമുക്ക് ഇവന്മാരടുത്ത് നിന്ന് മീനെ മേടിച്ച് പോകാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പുൽപ്പള്ളിയിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പാടിച്ചിറ എത്തും. പാടിച്ചിറയിൽ നിന്ന് സീതാമുണ്ടിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ കൊളവള്ളിയാണ് നമ്മൾ ഈ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ഇവിടെ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം നിസാം വയനാട്.